നമ്മുടെ സംസ്ഥാനത്ത് ഈ പ്രശ്നം പരമാവധി ലഘൂകരിക്കാനുള്ള നടപടിയിലേക്ക് ഗവൺമെന്റ് മുന്നോട്ട് പോയി. ഇപ്പം തിരുവനന്തപുരം നഗരത്തിലൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഉച്ചവരെ ഇന്ന് പാചകമുള്ള ഗ്യാസുള്ളൂ. തലസ്ഥാനമായിട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ പല ആവശ്യങ്ങൾക്കായി എത്തുന്നുണ്ട്. അവർക്കൊക്കെ ഒരു പ്രതിസന്ധിയല്ലേ ഇപ്പോൾ ഉള്ളൊരു സാഹചര്യം? അതിനെങ്ങനെയാണ് ഒരു മറികടക്കുന്നത്? ഇത് തന്നെയല്ലോ, ഇതേ മാർഗമുള്ളൂ. മറ്റൊരു മാർഗം നമ്മളിൽ കൂടുതൽ അലോട്ട്മെന്റ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇതിന് സ്ഥായിയായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ. ഇപ്പോൾ ഉള്ള നമ്മളെ ഒരു ആശങ്കയും നമുക്കുള്ള ഒരു ഭീതിയും പരമാവധി കുറയ്ക്കാൻ കഴിയുന്ന ക്രമീകരണങ്ങളിലേക്ക് പോവുകയല്ലാതെ നമ്മളെ മുന്നിൽ മറ്റൊരു മാർഗം നമുക്കാവശ്യമായ ഗ്യാസ് സിലിണ്ടർ നൽകുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അതിന്റെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇതിന് സ്ഥായിയായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ. ഇന്നലെ കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പറഞ്ഞ് നമ്മൾ കേട്ടതല്ലേ, യാതൊരു പ്രശ്നമില്ലെന്നാണ്. അവരുടെ മുന്നിൽ യാതൊരു പ്രശ്നമില്ലെന്ന്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഒരു ക്ഷാമവും ഇല്ലെന്ന് ഇന്നലെ കേന്ദ്രമന്ത്രി പാർലമെന്റിൽ നടത്തിയ പ്രസ്താവന കണ്ടവരാണ് നമ്മളെല്ലാം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ ഈ കാഴ്ചപ്പാടുമായി നിൽക്കുമ്പോൾ നമുക്ക് പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്ന ക്രമീകരണം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഇപ്പോൾ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ എത്ര ദിവസം എടുക്കും? ഒരു സാധാരണഗതിയിലേക്ക് മാറാൻ നമുക്ക് പറയാൻ കഴിയില്ല. അത് കേന്ദ്ര ഗവൺമെന്റിനെ ആശ്രയിച്ചും അവരുടെ നിലപാടിനെ ആശ്രയിച്ചുമാണ് നമുക്ക് ഈ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുന്നത്.